നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം അത് കോൺഗ്രസിന് ചെറിയ ക്ഷീണമല്ല ഉണ്ടാക്കിയത്. എന്നാൽ അതിൽ നിന്നൊക്കെ കരകയറാനായിട്ട് ധാരാളം വിഷയങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ളത്. അതായത് എതിർപക്ഷത്തിന് CPM-നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം പറഞ്ഞ് കോൺഗ്രസിനെ ആക്രമിക്കാൻ വരുന്ന വേളയിലെല്ലാം തന്നെ എടുത്തിട്ട് പറയാൻ ധാരാളം വിഷയങ്ങൾ ഇപ്പോൾ മുൻപിലുള്ളപ്പോഴും പല പ്രതിസന്ധികളാണ് സംഘടനയ്ക്കുള്ളിൽ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന നേതൃത്വം നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഉദയം പേരൂർ മണ്ഡലം പ്രസിഡന്റ് അഖിൽ രാജെ CPM-ൽ ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പാർട്ടിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിൽ ചേരാൻ അതിപ്പോൾ ആർക്കാണെങ്കിലും സാധിക്കും, അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് അതൊരു മണ്ഡലം പ്രസിഡന്റ് CPM-ലേക്ക് പോകുന്നതും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. മാത്രമല്ല അഖിൽ രാജ് പോകുകയല്ല, ചില സത്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കോൺഗ്രസിൽ നടക്കുന്ന പല നീക്കങ്ങളും താൻ വരും ദിവസങ്ങളിൽ പറയുമെന്നുള്ള ഒരു ഭീഷണി കൂടിയാണ് ഇപ്പോൾ അഖിൽ രാജ് മുഴക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾക്ക് രാജു പി നായർ വാർത്തകൾ നൽകി. VD സതീശന്റെ നിർദ്ദേശത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജു പി നായർ പ്രവർത്തിച്ചതെന്നാണ് അഖിൽ രാജ് ആരോപിച്ചിരിക്കുന്നത്. അബിൻ വർക്കിക്ക് രക്ഷയില്ലാത്ത പാർട്ടിയിൽ തനിക്ക് രക്ഷയുണ്ടാവുമോ എന്നും അഖിൽ രാജ് ചോദിക്കുന്നുണ്ട്. തനിക്കൊപ്പം മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPM-ലേക്ക് വരും. VD സതീശന്റെ നിർദ്ദേശത്തോടെ രാജു പി നായർ ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തിയെന്നും അഖിൽ രാജ് ആരോപിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പടിയിറങ്ങുന്നുവെന്ന് 2 ദിവസം മുന്നേ അഖിൽ രാജ് തന്നെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതായി അറിയിക്കുന്നു. വരും ദിവസങ്ങളിൽ കള്ളന്മാർ ആരാണെന്ന തെളിവുമായി ഞാൻ ലൈവിൽ വരും. എന്നെ സ്നേഹിച്ചവർക്കും വിശ്വസിച്ചവർക്കും വിഷമത്തോടെ നന്ദി പറയുന്നുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇതാണ് പറയുന്നത്. ഇതിന്റെ താഴെ വരുന്ന ഈ പോസ്റ്റിന് താഴെ വരുന്ന ചില കമന്റുകൾ വായിക്കാം. അതായത് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒന്ന് നിലയുറപ്പിക്കാനായിട്ട് കോൺഗ്രസിനെ കുറ്റം പറയേണ്ടി വരുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും പുറത്തു വരുന്നത്. അതായത് ഇത്തരത്തിൽ ഇത്രയും കാലം തന്നെ സംരക്ഷിച്ച അല്ലെങ്കിൽ താൻ പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനത്തെ ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് ചതിക്കാനായിട്ട് തോന്നുന്നത്? അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകട്ടെ, പക്ഷേ അതുവരെയുള്ള ആ പാർട്ടിയിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളെക്കുറിച്ചും നേതാക്കൾക്കിടയിലെ പല കാര്യങ്ങളെക്കുറിച്ചും മറ്റൊരു പാർട്ടിയിൽ ചെന്ന് വലിയ രീതിയിൽ അത് വിടുവായത്തരം പറയുന്നത് അത്ര നല്ല ഒരു പ്രവർത്തകനെ, ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന പണിയല്ല എന്നുള്ള കമന്റുകളും ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചില രഹസ്യങ്ങൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രവർത്തിച്ചിരിക്കുന്നത് VD സതീശൻ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ടീമാണെന്നാണ് ഇപ്പോൾ അഖിൽ രാജ് പറഞ്ഞു വെക്കുന്നത്. അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, അതായത് പേരുകൾ സഹിതം, അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് അഖിൽ രാജ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് അത് കോൺഗ്രസിന് ഒരു ഭീഷണി മുഴക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയടക്കം CPM-നെ പ്രതിസന്ധിയിലാക്കുന്ന ഇഷ്ടം പോലെ വിഷയങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലുള്ളപ്പോൾ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും വലിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തെയും കോൺഗ്രസ് എങ്ങനെ നേരിടുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമൊക്കെ ഒന്ന് തണുത്ത ഒരു അവസ്ഥയാണുള്ളത്. കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും പരാതിക്കാർ നേരിട്ട് ചെന്ന് ഒരു പരാതി നൽകുക തന്നെ ചെയ്യാത്ത സാഹചര്യത്തിൽ വലിയൊരു നീക്കമൊന്നും തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള കേസിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാകാത്തത്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എന്തായിരുന്നു ഈ ഒരു വിഷയത്തിന് ഇവിടെ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ഒരു ഹൈപ്പ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഇപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. പിന്നീടാണ് അതിൽ നിന്ന് ഇപ്പോൾ ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പോലീസിന്റെ ചില ആക്രമണമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതാണ് ചർച്ചാ വിഷയം. അപ്പോഴും വലിയ ഒരു പ്രതിസന്ധിയാണ് CPM-ന് ശബരിമലയിൽ നേരിടേണ്ടി വരുന്നത്. ഇനി തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ അതിനെ എങ്ങനെ CPM തരണം ചെയ്യും എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള പല നേതാക്കളെയും, അതായത് ജനകീയരായിട്ടുള്ള രാഹുലിനെ പോലെയുള്ള ഷാഫിയെ പോലെയുള്ള നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും ഈ പറയുന്ന എതിർപക്ഷത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അഖിൽ രാജ് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന വ്യക്തികൾ, VD സതീശൻ പറഞ്ഞിട്ടാണ് ചില ആളുകൾ അത്തരത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ഏതായാലും അത് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാൻ തന്നെയാണ് അത്തരത്തിലൊരു പരാമർശം അഖിൽ രാജ് നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ജനങ്ങളടക്കം പ്രതികരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അഖിൽ രാജിന്റെ കയ്യിലുള്ള എന്തെങ്കിലും ബോംബുകൾ വന്ന് പൊട്ടുമോ അതോ നനഞ്ഞ പടക്കം പോലെ അതും ചീറ്റിപ്പോകുമോ എന്നുള്ളത് നമുക്കും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇതുവരെയായിട്ടും ഇപ്പോൾ അഖിൽ രാജ്
പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രസ്താവനയോട് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ പുറത്തുവിട്ടാൽ മാത്രമായിരിക്കും അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് പോവുക എന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ ഇപ്പോഴും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങൾ തന്നെയാണ്. അതിനെല്ലാം തന്നെ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിനെയെല്ലാം തന്നെ ഒരു വിധത്തിൽ ഒതുക്കി മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ കോൺഗ്രസിനെ ജയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് കൃത്യമായിട്ട്, അതായത് ഒരു ആയുധം ഒന്നല്ല, 1, 2, 3 ആയുധങ്ങൾ കോൺഗ്രസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അതിനിടയിൽ തന്നെയാണ് ചാണ്ടി ഉമ്മനും ചില കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ചില പരാമർശങ്ങൾ ഇന്ന് നടത്തിയിട്ടുള്ളത്. ചാണ്ടി ഉമ്മനും പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് വരും ദിവസങ്ങളാണോ വരും മാസങ്ങൾ കഴിഞ്ഞിട്ടാണോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. തനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഒരു വിഷയങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഒരു സൈഡിൽ തണുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയ പ്രതിസന്ധികൾ, അതും കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ നടക്കുന്ന പ്രതിസന്ധികൾ കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ അതൊരു വീഴ്ചയിലെ അല്ലെങ്കിൽ ഒരു താഴ്ചയിലേക്ക് തള്ളിവിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്.